ചിലർക്ക് ഒരു വിചാരമുണ്ട്, ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്നും അറിയാത്തത് കൊണ്ടാണ്, അയാൾ മണ്ടനാണ്, പേടിത്തൊണ്ടനാണ്, അല്ലെ അയാളെ പെട്ടെന്ന് പേടിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ചിലർക്കൊക്കെ വിചാരങ്ങളുണ്ട്. സൈലൻ്റായിരിക്കുന്ന മനുഷ്യർക്ക് എല്ലാം അറിയാവുന്നവരാണ്. പക്ഷേ അവർക്ക് തരം താഴാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ താഴേക്ക് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് കരുതിയിട്ട് സേഫ്റ്റി സോണിലാണ് പല ഉന്നതന്മാരും എന്ന് കരുതരുത്. എത്ര വലിയ അവാർഡ് മേടിച്ച ആളായാലും ഞാനങ്ങ് സേഫായി, ബുദ്ധി കൊണ്ട് ഞാൻ കളിക്കുകയാണ്, എത്ര വലിയ ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിലും, എത്ര സ്ത്രീകളെ ഞാൻ ഉപയോഗിച്ചാലും ഞാൻ രക്ഷപ്പെടും, എൻ്റെ അത്രയും പിടിപാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും ഞാൻ വലിയൊരു സ്ഥാനത്തെത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ വലിയൊരു അവാർഡ് മേടിച്ച് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് വേറെ രീതിയിലും നമുക്ക് ഇവനെ ഏത് രീതിയിലും തകർക്കാം, എന്ത് ഞാൻ ചെയ്താലും അതൊന്നും ഒരു വിഷയമാകത്തില്ല എന്ന് കരുതി ചില വ്യക്തികൾ ഇവിടെ, നല്ല ഒന്നാം തരം ബ്രൂട്ടലായിട്ടുള്ള ചില വ്യക്തികൾ, സെക്സ് പ്രൊവേർട്ടായിട്ടുള്ള ചില വ്യക്തികൾ ഇവിടെ മനോഹരമായി ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ എനിക്ക് കർമ്മയോട് എനിക്ക് വിശ്വാസം, അതിന് മുന്നേയൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ ഒരു 4 വർഷമായിട്ട് ദൈവവിശ്വാസം പോയി, കർമ്മയിൽ വിശ്വാസം പോയി. പക്ഷെ ഇപ്പോൾ അതൊക്കെ വീണ്ടും എനിക്ക് ആ ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, അല്ലെങ്കിൽ കർമ്മ എന്ന് ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് സത്യം എന്നും വിജയിക്കും. ഇനി അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ഒരിക്കൽ താഴെ വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്കെങ്കിലും മനസ്സിലായിരിക്കും ഫിറോസ് ഉണ്ടെങ്കിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ സജിനെയും അതോടെ തന്നെ ഉണ്ടെങ്കിൽ റസൂൽ പൂക്കുറ്റിയായുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സജിന പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ വേർപിരിയാൻ കാരണം ഇതിനകത്തുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും അല്ല, അത് വേറെ കാരണമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഫിറോസ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനത്തുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കൊടുവിലുണ്ടെങ്കിൽ സത്യം ജയിച്ച് അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിലായിരുന്നു ഫിറോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ശരി, അവരുടെ റിലേഷൻ ബ്രേക്ക് ആവാൻ കാരണം ഇത് തന്നെയാണെന്ന് ഉറപ്പായിട്ടുണ്ട്. കാരണം ഫിറോസും അത് സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ സജിന മാത്രമേ ഉള്ളൂ ഇപ്പോഴും സമ്മതിക്കാതിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ആൾക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് എടുത്തിട്ട് ഊക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ ഇതേണത്തുള്ള കാര്യം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുണ്ടെങ്കിൽ ഫിറോസ് പറഞ്ഞത് കറക്റ്റാണെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമല്ല തെറ്റ്, 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാളെ മാത്രം ഇതേണക്ക് പറയേണ്ട കാര്യമില്ല. പിന്നെ അവർ അവരുടെ തീരുമാനം എടുത്ത് അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുണ്ടെങ്കിൽ പിരിഞ്ഞാണ് താമസിക്കുന്നത്, അത് നല്ല കാര്യം തന്നെയാണ്. ഇനി വേറൊരു ജീവിതം നോക്കി പോകുന്നെങ്കിൽ പോകാതെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ജീവിക്കുന്നതാണ് അത് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.